Hi friends, welcome to Garam Masala, the magic spices of cooking. പൂപ്പത്തിരി. ഇന്ന് നമുക്ക് മലബാർ ഡെലീഷ്യസ് ഡിഷായ പൂപ്പത്തിരി എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ചില ഭാഗങ്ങൾ ഇത് കണ്ണുവെച്ച പത്തിരി എന്നും അറിയപ്പെടുന്നുണ്ട്. ഇതിനു വേണ്ട ചേരുവകൾ: ഗോതമ്പ് പൊടി 1 കപ്പ്, മൈദ 1 കപ്പ്, പാൽപ്പൊടി 1/4 കപ്പ്, ഉപ്പ്, വെള്ളം, ബട്ടർ അല്ലെങ്കിൽ ഗീ 1/4 കപ്പ് മുതൽ 1/2 കപ്പ് വരെ, എണ്ണ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടത്. ആദ്യം നമുക്ക് പത്തിരിക്ക് വേണ്ട ഡോ തയ്യാറാക്കാം. ഒരു ബൗളിലോട്ട് നമുക്ക് 1 കപ്പ് ഗോതമ്പ് പൊടി, 1/2 കപ്പ് മൈദ, 1/4 കപ്പ് പാൽപ്പൊടി ഇവ ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് നമുക്ക് ഇതിനെ നന്നായി മിക്സ് ചെയ്യണം. ഇനി ഇതിലോട്ട് നമുക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നമുക്കിതിനെ ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാം. ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഇതിനെ കുഴച്ചെടുക്കാം. നമുക്കിതിനെ കൈ ഉപയോഗിച്ച് തന്നെ കുഴച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ മാവ് തയ്യാറായിട്ടുണ്ട്. ഇനി ഇതിന്റെ മുകളിലായി നമുക്ക് ഒരല്പം നെയ്യ് തടവി കൊടുക്കാം. ഇതിനെ 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. 1 മണിക്കൂറിന് ശേഷം നമുക്കിതിനെ ഒന്നുകൂടെ കുഴച്ചെടുക്കണം. നമ്മുടെ മാവ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇതിൽ നിന്നും നാരങ്ങ വലുപ്പത്തിലുള്ള ഒരു ബോൾ ഉണ്ടാക്കാം. ഇനി നമുക്കിതിനെ നെയ്യിലൊന്ന് മുക്കിയെടുക്കാം. അടുത്തതായി ഇതിനെ നമുക്ക് റോൾ ചെയ്തെടുക്കണം. നമുക്ക് റോളർ ഉപയോഗിച്ച് നമുക്കിതിനെ റോൾ ചെയ്യാം. ഇതിന്റെ മുകളിലായി നമുക്ക് മൈദയോ ഗോതമ്പ് പൊടിയോ സ്പ്രിങ്കിൾ ചെയ്യാം. ഞാനിവിടെ മൈദയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി ഇതിന്റെ 4 സൈഡും സെന്ററിലോട്ട് മടക്കിയെടുക്കാം. നമുക്കിതിനെ ഒന്നുകൂടെ പരത്തിയെടുക്കാം. ഇനി ഇതിന്റെ മുകളിലായി നമുക്ക് കുറച്ചുകൂടെ മൈദ സ്പ്രിങ്കിൾ ചെയ്യാം. ഇനി 4 സൈഡും സെന്ററിലോട്ട് മടക്കാം. നന്നായി പ്രസ് ചെയ്തതിന് ശേഷം നമുക്കിതിനെ ചെറുതായി ഒന്നുകൂടെ പരത്തിയെടുക്കാം. ഒരുപാട് പരത്തേണ്ട ആവശ്യമില്ല. അങ്ങനെ നമ്മുടെ പത്തിരി തയ്യാറായിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് അടുത്ത പത്തിരി കൂടെ തയ്യാറാക്കിയെടുക്കാം. നെയ്യിൽ മുക്കിയതിന് ശേഷം നമുക്കിതിനെ ഒന്ന് റോൾ ചെയ്തെടുക്കണം. അടുത്തതായി മൈദ സ്പ്രിങ്കിൾ ചെയ്തതിന് ശേഷം സെന്ററിലോട്ട് 4 സൈഡും മടക്കിയെടുക്കാം. ഇതിനെ ഒന്നുകൂടെ റോൾ ചെയ്തെടുക്കാം. വീണ്ടും മൈദ സ്പ്രിങ്കിൾ ചെയ്ത് നമുക്കിതിനെ സെന്ററിലോട്ട് മടക്കിയെടുക്കാം. നമുക്കിതിന് ചെറുതായി ഒന്നുകൂടെ റോൾ ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ പത്തിരി ഫ്രൈ ചെയ്യാൻ വേണ്ടി തയ്യാറായിട്ടുണ്ട്. നമ്മുടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലോട്ട് ഓരോ പത്തിരിയായി ചേർത്ത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. പത്തിരി ബ്രൗൺ നിറമാകുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കണം. മീഡിയം ടു ലോ ഫ്ലെയിമിലാണ് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. നമ്മുടെ പത്തിരി തയ്യാറായിട്ടുണ്ട്. നമുക്കിതിനെ എണ്ണയിൽ നിന്ന് മാറ്റാം. ഇതുപോലെ നമുക്ക് അടുത്ത പത്തിരി കൂടെ തയ്യാറാക്കാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആൻഡ് ഡെലീഷ്യസ് പൂപ്പത്തിരി തയ്യാറായിട്ടുണ്ട്. നമുക്കിത് ചൂടോടെ ചിക്കൻ കറി, മട്ടൻ കറി, ബീഫ് കറി ഇവയുടെ കൂടെ എല്ലാം സെർവ് ചെയ്യാം. താങ്ക് യു.